ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന 1-2 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്തോ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ബീജാരോപണം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ആ സമയമില്ലേ, ആ സമയത്ത് ഈ ഒരു കാര്യത്തിൻ്റെ ബീജാരോപണം സ്റ്റാർട്ടായി തുടങ്ങി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ തുറന്നു തന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം സഹിച്ച ആ ഒരു സമയം ദൈവം ഇതിനു വേണ്ടി ഒരു വഴി തുറന്നു തന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതുവരെയും ഒരു അവസരം ലഭിച്ചിട്ടുണ്ടാവത്തില്ല, പൈസയുടെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അവസരം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നതാണ്. ആ ഒരു അവസരം നിങ്ങൾ കറക്റ്റായി വിനിയോഗിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതം 1-2 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ മാറുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയും വിഷമവും നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ തന്നെ ചേഞ്ച് ആക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം വിഷമമാണ് നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചത്. നിങ്ങൾ മുന്നേ പോയ ഡയറക്ഷൻ അതൊരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ നിങ്ങളെ ഡെസ്റ്റിനിയിലേക്കാണ് അടുപ്പിക്കുന്നത്. ഡെസ്റ്റിനിയുടെ ഏറ്റവും അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ചൊന്ന് സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന്. മുന്നേ അങ്ങനെയല്ല, എത്ര സംഘർഷങ്ങൾ അനുഭവിച്ചാലും നിങ്ങൾക്ക് അതിൽ എത്താൻ സാധിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 2 വർഷം മുമ്പേ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതിയിൽ, നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ, എല്ലാത്തിലും ഒരു സന്തുലനം വന്നു, ഒരു ബാലൻസ് വന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. മനസ്സിൻ്റെയും നമ്മുടെ ആ ഒരു ഹൃദയത്തിൻ്റെയും സ്ഥിതി ഇപ്പോൾ വളരെ ബാലൻസിലാണ് ഉള്ളത്. മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അമിതമായിട്ട് ആരോടും ദേഷ്യപ്പെടുമായിരുന്നു. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി പറയുന്നത് പോലും കേൾക്കാതെ അമിതമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ അതിലൊരു മാറ്റം വന്നു നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ നെഗറ്റിവിറ്റിയെ നിങ്ങളിൽ നിന്ന് പുറന്തള്ളണമെന്ന് നിങ്ങൾക്കറിയാം. പോസിറ്റിവിറ്റി എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റിയിൽ നല്ലൊരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ അല്ല, ഇപ്പോൾ നല്ലൊരു മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ. ഒന്നും വേണ്ട, 2020 നിങ്ങളും 2026 നിങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുമാത്രം മാറ്റമാണ് വന്നത് എന്ന്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വലുത് നമുക്ക് ലഭിക്കുമ്പോൾ അതിന് വലിയൊരു വില നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വർഷത്തിൻ്റെ ആ ഒരു വില കൊടുക്കേണ്ടി വന്നത്. 5 വർഷം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സഹിച്ചു. 2020 തൊട്ട് 2025 വരെ, 2026 കുറച്ചെങ്കിലും നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് വന്നു തുടങ്ങിയത്. ഇവിടെ 2026 തൊട്ട് 2029 അതിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുമെന്ന് വെച്ചാൽ ഒത്തിരി ചേഞ്ചസ് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ലൈഫിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങൾ തന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. വേറെ ആരും വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സമയം എടുത്തത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അതിനുവേണ്ടി ദൈവം തയ്യാറാക്കുകയായിരുന്നു. ദൈവം എന്തോ വലുത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നിങ്ങളെ തയ്യാറാക്കിയത്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അവരിൽ നിന്ന് ഒരു മോചനം, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്നേക്കുമായിട്ട് അവരിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തില്ല. അവരുടെ ആ ഒരു വഴി ദൈവം അടയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കേണ്ടി വന്നു, അവിടെ നിങ്ങൾ തനിച്ചായിരുന്നു, നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി. കാരണം അങ്ങനെയുള്ള എന്തോ ഒരു പ്രശ്നം കുട്ടിക്കാലത്ത് നിങ്ങൾ ഫേസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊരു ന്യായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ന്യായം നിങ്ങൾക്ക് ഈ 2 വർഷത്തിനുള്ളിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇതുവരെയും ന്യായം ലഭിക്കാത്തത് കൊണ്ട് വിഷമിക്കുകയാണ്. ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ആ ഒരു ന്യായത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊരു ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ചില ആൾക്കാർ ആ ഒരു സംഭവത്തെ തന്നെ മറന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ ദ്രോഹിച്ച ആ വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ നിങ്ങളുടെ കാതിൽ ആ ഒരു ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കുടുംബക്കാരെല്ലാവരും നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് 360 ഡിഗ്രിയിൽ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കുടുംബത്തിലുള്ളവർ ഭയങ്കരമായിട്ട് നിങ്ങളെ അപമാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചിന്തിക്കുക ഒരു സമയം ദൈവം തരത്തില്ല. ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് റാബിറ്റിൻ്റെ ആ ഒരു എനർജി, 555ൻ്റെ ആ എനർജി, അല്ലെങ്കിൽ 77ൻ്റെ ആ ഒരു എനർജി, ഇതൊക്കെ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 1-2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എത്ര മോശം സ്ഥിതി വന്നിട്ടും നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നത് ഒരിക്കലും വിട്ടില്ല. ചില ആൾക്കാരുണ്ട് ലൈഫിൽ മോശം സ്ഥിതി വരുമ്പോൾ എങ്ങനെയെങ്കിലും കുറുക്ക് വഴിയിൽ കൂടെ കാശ് സമ്പാദിക്കാൻ തോന്നിപ്പിക്കും, കുറുക്ക് വഴിയിൽ കൂടെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ തോന്നിപ്പിക്കും. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായെങ്കിലും നിങ്ങളത് നോക്കാതെ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ ദശാകാലം വരുമ്പോൾ നമുക്ക് ഓരോ മോശം സാഹചര്യങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത്. നല്ല ദശാകാലം വരുമ്പോൾ നല്ലതാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷേ മോശ ദശാകാലം വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു കർമ്മത്തെ നല്ലതാക്കി വച്ചു. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ലാഭദായകമായിരിക്കണം അന്ന് നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മം. ഇവിടെ കുറേ ആൾക്കാർക്ക് നല്ലൊരു ദശാകാലം വരികയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ 2-3 വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാരേജ് ആകാത്തവരാണ് നിങ്ങളെങ്കിൽ മാരേജ് നടക്കുന്നതായിട്ട്, കുട്ടികൾ ഇതുവരെ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായിട്ട്, അങ്ങനെ നല്ല കാര്യങ്ങൾ, ജോബ് ഇല്ലാത്തവർക്ക് ജോബ് ലഭിക്കുന്നതായിട്ട്, നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 1-2-3 വർഷം നിങ്ങളുടെ ലൈഫ് ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകുന്നതായിട്ടാണ്, അതായത് പുരോഗതി ഉണ്ടാവുന്നതായിട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരും അവരുടെ മക്കളുടെ കാര്യം ആലോചിച്ചാണ് വിഷമിക്കുന്നത്. മക്കളുടെ കല്യാണം നടക്കുന്നില്ല, അത് കാരണം വിഷമിക്കുന്നവരുണ്ട്. ചില സമയം അവരുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി വളരെ മോശമാകുമ്പോഴാണ് അവർക്ക് മാരേജ് നടക്കാൻ പാട് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ ആ ഒരു ദശാകാലം നല്ലതായത് കൊണ്ട് തന്നെ അവരുടെ മാരേജ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി മാരേജ് നടക്കുന്നില്ല എന്ന് അമ്മമാർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ട് അവരുടെ മാരേജ് നടക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിൻ്റ്, നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് വയ്ക്കുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം തനിയെ തന്നെ നമ്മുടെ ലൈഫിൽ ദൈവം കൊണ്ടുതരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സ്വന്തം അധ്വാനത്താൽ നിങ്ങൾ വീട് വാങ്ങിക്കുന്നതായിട്ട്, വണ്ടി വാങ്ങിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം ഒരു പുരോഗതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്ത് ആവശ്യത്തിനും പണം ചിലവാക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പിശുക്ക് കാണിച്ചിരുന്ന ആളാണ്. കാരണം നിങ്ങൾ നാളത്തെ കാര്യവും കൂടെ ആലോചിച്ചാണ് നിങ്ങൾ ആ ഒരു പിശുക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്കത് ഉണ്ടാവത്തില്ല. കാരണം എല്ലാത്തിനും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രമാത്രം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങളുടെ ആ ഒരു ഇൻകത്തിൻ്റെ ആ ഒരു ഫ്ലോ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സപ്പോർട്ട്, ബ്ലെസ്സിങ് നിങ്ങൾക്ക് അത്രമാത്രം ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും നിങ്ങൾക്ക് മോശം വരുവാൻ അനുവദിക്കുകയില്ല. ഇവിടെ ചില ആൾക്കാർക്ക് പൈതൃകമായി കിട്ടിയ ആ ഒരു സ്ഥലത്തിൽ എന്തൊക്കെയോ വിവാദങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദങ്ങൾ അവസാനിച്ച് നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ ഡിസർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 2-3 വർഷത്തെ സമയമെന്ന് പറയുന്നത് സ്പിരിച്വൽ സമയമാണ്. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയമാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണ് ചെയ്യണം, അല്ലാതെ കീഴ്പോട്ടല്ല പോകുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി മുന്നോട്ടാണ് പോകുന്നത്, പുരോഗതിയിലേക്കാണ് പോകാൻ പോകുന്നത്.
ഇവിടെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കർമ്മം ചെയ്തു. ആ കർമ്മത്തിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സമയം വന്നിരിക്കുന്നത്, ആ ഫലം കിട്ടാനുള്ള. അതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ലതായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മെയിൻ റീസൺ. ഇവിടെ ദൈവം നിങ്ങളെ നല്ല പരിവർത്തനത്തിന് വേണ്ടി റെഡിയാക്കിയാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹീലിങ്ങിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് ആ ഒരു നല്ല പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങളെ ദ്രോഹിച്ച കുറേ ആൾക്കാർ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഈ ഒരു 1-2 വർഷത്തിനുള്ളിൽ അവർ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അവരെ പൂർണ്ണമായിട്ടുമാണ് ദൈവം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറന്തള്ളാൻ പോകുന്നത്. കാരണം ഈ വ്യക്തികൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണ്ണ് വച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എങ്ങനെ നിങ്ങളുടെ സന്തോഷം തകർക്കാം എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ പോകുമ്പോൾ തന്നെ കുറച്ചും കൂടെ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിവ് സമ്പാദിക്കണം എന്നുള്ള തോന്നലായിരിക്കും ഉണ്ടാവുക. അതായത് ആവശ്യമില്ലാതെ സമയം വേസ്റ്റാക്കി കളയുന്ന ആ പ്രവൃത്തികളിൽ നിന്ന് മാറി നിങ്ങൾ എന്തൊക്കെ അറിവ് സമ്പാദിക്കാൻ പറ്റുമോ അതെല്ലാം സമ്പാദിക്കണം എനിക്ക് എന്നുള്ള രീതിയിലുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബിസിയാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടും ആ ഒരു അവസരങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു പ്രഭാവം ആൾക്കാരിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആവും. സത്യം മാത്രം ചെയ്യണം, സത്യത്തിൻ്റെ പാതയിൽ കൂടെ പോകണം, നല്ല കർമ്മം ചെയ്യണം. അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആകുമ്പോൾ അവർ മോശം പാതയിൽ കൂടെ പോകുന്നത് നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ആ ഒരു കാര്യമാണ്, അല്ലാതെ മനുഷ്യൻ്റെ കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിന് മിറാക്കിൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി നല്ല രീതിയിൽ പോകണമെന്ന് അവരല്ല ചിന്തിക്കുന്നത്, ദൈവമാണ് ചിന്തിക്കുന്നത്. ദൈവം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ നല്ല പാതകൾ യൂസ് ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നും, അതായത് ഒറ്റയ്ക്കിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു സമയം. ഇവിടെ ഈ ഒരു സമയം ഇങ്ങനെ ക്രിയേറ്റ് ആവും. നിങ്ങൾക്കൊരു ഡിപ്രഷൻ ആയിട്ടുള്ള ആ ഒരു മോഡിലേക്ക് പോകേണ്ടി വരത്തില്ല. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏഞ്ചൽ റീഡിങ്ങിൻ്റെ ആധാരത്തിൽ ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ എണീച്ച ഉടനെ നിങ്ങൾക്ക് എന്തോ ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ തോന്നി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉത്തരം ഏതെങ്കിലും ഏഞ്ചൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, എൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഏഞ്ചൽ സൈനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ എല്ലാ വഴികളും അടച്ചു നിങ്ങളെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ശത്രുക്കൾ നിങ്ങളുടെ ലൈഫ് വിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ പ്ലാനുകളെല്ലാം നിങ്ങൾ തകർക്കുകയും അങ്ങനെ അവർ നിങ്ങളുടെ ലൈഫ് വിട്ട് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഗൈഡൻസായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അന്ധവിശ്വാസം നിറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒന്ന് രക്ഷപ്പെടുക. കാരണം ആരെങ്കിലും എന്തൊക്കെ അന്ധവിശ്വാസം പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് വിശ്വസിച്ച് അതിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്ത് പൈസ കളയാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഗൈഡൻസായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് ഓരോന്ന് ചിന്തിച്ചിട്ട് അതിൽ പൈസ മുടക്കി നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ നിങ്ങൾ വീഴ്ന്നു പോകരുത്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയും നിങ്ങളോട്, ഈ ഉപായം ചെയ്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന്. അത് കേട്ടിട്ട് നിങ്ങൾ കുറേ പൈസ മുടക്കി എന്തെങ്കിലും പൂജയോ എന്തെങ്കിലും ചെയ്യും. വീണ്ടും അടുത്ത ആൾ പറയും അത് ചെയ്ത് തെറ്റായിപ്പോയി, ഇത് ചെയ്യാൻ പറയും. അങ്ങനെ നിങ്ങൾ പൈസ കളയാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങും പ്രൊട്ടക്ഷനും നിങ്ങളുടെ മേലുണ്ടെന്ന്. പിന്നെ എന്തിന് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കണം എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇവിടെ നിങ്ങൾ എന്തോ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഫ്രീ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു ജേണി നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക.
ഇവിടെ വരാൻ പോകുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് ഒരാളുടെ ആ ഒരു ദുഃഖം കേട്ടിട്ട് അവർക്കൊരു ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഹീലിംഗ് അവർക്ക് ഭയങ്കരമായിട്ട് സമാധാനം കൊടുക്കുക, അവരുടെ ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു കാര്യം മുന്നേ പാസ്റ്റിൽ നടന്നതായിരിക്കാം. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് അവർക്ക് സമാധാനം കൊടുത്തു. അപ്പോൾ അവരുടെ ആ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ അംഗമായി മാറി. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ അവരോട് നിങ്ങളുടെ വിഷമം പറഞ്ഞു, അപ്പോൾ അവർ അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി അവരുടെ ആ ഒരു പ്രാർത്ഥന ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചായിട്ട് നേരെ തിരിച്ചും സംഭവിക്കുക. എന്തായാലും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു കാര്യം നടന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ ആരാണ് സഹായിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണ് സഹായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചില സമയം ദൈവത്തിനെ പോലെയാണ് ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് വരുന്നത്. അവരുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. അതേപോലെയാണ് നിങ്ങളും ആരെങ്കിലും ഒരു ലൈഫിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചക്രാസിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചക്രാസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. കൂടാതെ സ്പിരിച്വൽ ആയിട്ടുള്ള പല ടെക്നിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാനും ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ഹൃദയം ഇന്ന് പറയുകയാണ് നിങ്ങളോട്, ഇന്ന് നിങ്ങൾ ഓറഞ്ച് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് നിങ്ങളുടെ ചക്രാസ് ഹീൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിനെ കുറിച്ച് ആരോ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ വരാൻ പോകുന്ന സമയം ആരോ കൂടെങ്കിലും നിങ്ങളുടെ ഗ്രഹനില കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ ടാരോ റീഡിങ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേരും നാളും വെച്ച്. എന്തായാലും നിങ്ങളുടെ ഭാഗ്യത്തിനെ കുറിച്ച് ആരോ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം നോക്കി വെച്ചോളൂ. നിങ്ങളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആയിരിക്കത്തില്ല നിങ്ങൾ താമസിക്കുന്ന. സ്ഥാന പരിവർത്തനം ഉണ്ടാകും ഈ 2029 ആകുമ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഇവിടെ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലം മാറി വേറൊരു സന്തോഷമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ജോബ് ചേഞ്ച് ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരും. ബിസിനസ് വുമണോ ബിസിനസ് മെന്നോ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും നല്ല ഒരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻകം വളരെ നല്ലതായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരികയും നിങ്ങളുടെ ആ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ ഒത്തിരി പൈസ ഉള്ളതായിട്ട് നിങ്ങളുടെ ആ ഒരു കഴിവിൽ നിങ്ങളൊരു വീട് തന്നെ സ്വന്തമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ഗ്രഹനില കൊണ്ട് കാണിക്കുമ്പോൾ അവരും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വീട് വാങ്ങിക്കും, വണ്ടി വാങ്ങിക്കും, അത്രമാത്രം ഭാഗ്യം നിങ്ങൾക്കുണ്ട് എന്ന്. രോഗ, ഋണ, ശത്രു ഈ 3 കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ എന്തോ ഒരു അസുഖത്തിൽ ഒരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് അതിലൊരു റിക്കവറി ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ എമൗണ്ട് ഭയങ്കരമായിട്ട് വലിയൊരു ലോൺ എമൗണ്ട് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് തീരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഇൻകത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലോണൊക്കെ പെട്ടെന്ന് അടച്ച് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനൊരു ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ടൈമാണ് നിങ്ങളുടെ വരാൻ പോകുന്ന ടൈം. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഈ ഒരു ലൈഫ് ജീവിക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയമാണ്. അതായത് ഈശ്വരനെ വിശ്വസിക്കാത്ത ആൾക്കാർ പോലും ഈശ്വരനെ വിശ്വസിക്കുന്ന ആ ഒരു സമയമാണ് ഈ ഒരു സമയം.
ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ നിമിഷം എൻജോയ് ചെയ്യുന്നതാണ്. നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. കാരണം അത്രമാത്രം ഒരു നല്ല പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കത്തില്ല? ഒരു വ്യക്തി ഈശോന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നോ അവരുടെ ലൈഫിലും അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ, നിങ്ങളുടെ ഫേസിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങളുടെ ഒരു ഗോൾഡൻ ടൈം വന്നെത്തി എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിംഗ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.